വേടന് പറ്റുന്ന ഏറ്റവും നല്ലൊരു സിനിമയായിരുന്നു ചുരുളി. വേടൻ ആ സിനിമ കണ്ടിട്ടുണ്ടാവില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. അല്ലെങ്കിൽ ഒരുത്തൻ വന്നിട്ട് പറയാണ്, എടാ എടാ മയിലേ കുയിലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ? അതാണ് വേടന്റെ വരികള്. ബിവറേജിന്റെ മുന്നിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ് ഈ പറയുന്ന വേടൻ പാടുന്നത്. ഒരു സ്ത്രീയെ പീഡിപ്പിച്ചിട്ട് ആ പീഡന കേസ് നിലനിൽക്കെയാണ് ഈ അക്രമങ്ങളൊക്കെ നടക്കുന്നത്. ഇവന് അവാർഡ് കൊടുത്തിട്ട് അവനെ ബഹുമാനിക്കുന്നത്. ഡ്രസ്സ് അവൻ ഇടാറില്ല, അരക്കുന്ന കീഴ്പ്പെട്ടം കണ്ട് എന്തോ ഇടാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ ജാതി കോലം കെട്ടി നടക്കുന്ന ആ സാധനത്തിന്. സുഹൃത്തുക്കളെ, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുന്നത് എന്തുകൊണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ, തംബ്നെയിൽ കണ്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായി കാണും. സംഘിപുത്രിയായിട്ടുള്ള ഷിനി മധുസൂദനെ പറ്റി നമ്മൾ പലപ്പോഴായിട്ട് ചർച്ച ചെയ്തതാണ്. ഇന്നിതാ വീണ്ടും ആ ഒരു വിഷയം തന്നെയാണ് ഞാൻ ചർച്ചയിലെടുക്കുന്നത്. ഇവരെ പറ്റി എനിക്ക് സംസാരിക്കാനോ അല്ലെ ഇവരുടെ കാര്യം എടുത്തിട്ട് വൈറലാക്കിയിട്ട് അവർക്കൊരു വലിയൊരു ട്രെൻഡിങ്ങിലേക്ക് കൊണ്ടുപോകാൻ എനിക്കൊരു താല്പര്യമില്ല. പക്ഷെ എന്നിരുന്നാൽ തന്നെയും ഈ പെണ്ണുമ്പിള്ളയുടെ വായിൽ നിന്ന് വരുന്ന വൃത്തികെട്ട ചിന്താഗതികളും ഇവരെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ സാധിക്കത്തില്ല, അമ്മാതിരി വൃത്തികേടുകളാണ് ഇവർ പറയുന്നത്. അങ്ങനെയുള്ള ഒരാളുടെ വായിൽ നിന്ന് വരുന്നത് വേടനെതിരെ ഉള്ള ഒരു വലിയ രീതിയിലുള്ള ആരോപണങ്ങളൊക്കെയാണ്. ഇവരുടെയൊക്കെ രാഷ്ട്രീയ ചരിത്രം എന്താണെന്ന് നമുക്ക് ചികഞ്ഞു നോക്കേണ്ട ആവശ്യമില്ല. ഇവരുടെ പ്രൊഫൈൽ പിക്ചറിന്റെ മേളിൽ തന്നെ ഒരുത്തൻ ഇങ്ങനെ ഇരിക്കുന്ന ഒരു ഫോട്ടോ ഉണ്ട്. അതാരാണ്? നരേന്ദ്രമോദിയാണ്. അപ്പൊ അത് വെച്ചിട്ട് ആരാധിച്ചുകൊണ്ട് നരേന്ദ്രമോദിയെയും അവരുടെ ആളുകളെയൊക്കെ പ്രീതിപ്പെടുത്താൻ വേണ്ടിയിട്ട് വേടനെതിരെ ഇവരങ്ങ് സംസാരിക്കുകയാണ്. അങ്ങനെ വരുമ്പോൾ BJP എല്ലാവരും കൂടി വീട്ടിലേക്ക് വരും, സൽക്കാരം നടത്താന്നൊക്കെ ആയിരിക്കും വിചാരിക്കുന്നത്. അപ്പൊ അങ്ങനെ വേടനെതിരെ ഇവർ സംസാരിച്ചതിന് പിന്നാലെ നമ്മുടെ പ്രിയങ്ക എന്ന് പറയുന്ന ഒരു നടി പുള്ളിക്കാരി രംഗത്തേക്ക് വരികയുണ്ടായി. പുള്ളിക്കാരി പറഞ്ഞത്, ഒരാളെ എത്ര തവണയിൽ കൂടുതൽ പീഡിപ്പിക്കാൻ പറ്റുമെന്നാണ് പുള്ളിക്കാരി ചോദിച്ചത്. അതായത് ഒരു സ്ത്രീയെ എത്ര തവണ ബലാത്സംഗം ചെയ്യാൻ സാധിക്കും? ഒരു തവണ അല്ലേ? ഒരു തവണയിൽ കൂടുതൽ ചെയ്യുന്നത് എങ്ങനെയാണ് ബലാത്സംഗമാകുന്നത്? അങ്ങനെ ഒരു കാര്യത്തിനെ പറ്റി ഞാൻ വിശ്വസിക്കുന്നില്ല. ഒരിക്കലും ബലാത്സംഗം എന്ന് പറയുന്നത് ഒന്നിലധികം ഒരാളെ ചെയ്യാൻ സാധിക്കത്തില്ല. ഒരു തവണ ചെയ്യുന്നതാണ് ബലാത്സംഗം. പിന്നീട് ചെയ്യുന്നതൊക്കെയും അവരുടെ സമ്മതത്തോടു കൂടിയുള്ള ഒരു ശാരീരിക ബന്ധമാണെന്നാണ് പ്രിയങ്ക പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഷിനി മധുസൂദനൻ അതിനൊരു കണ്ടുപിടുത്തവുമായിട്ട്, അതായത് പ്രിയങ്ക എന്ന് പറയുന്ന ആള് പണ്ട് കുറെ കേസുകളിൽ ഉണ്ടായിരുന്ന ആളാണെന്നും ഈ ആണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുകയാണ്, പെണ്ണുങ്ങൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുന്നില്ല, പെണ്ണ് തന്നെയാണ് പെണ്ണിന്റെ ശത്രു എന്നും പറഞ്ഞുകൊണ്ട് വലിയൊരു മെഴുകലുമായിട്ടാണ് വന്നിരിക്കുന്നത്. ആ ഒരു മെഴുകൽ മാത്രമല്ല, പ്രിയങ്കയ്ക്കെതിരെ വലിയ ആരോപണങ്ങളൊക്കെയാണ് പുള്ളിക്കാരി പറയുന്നത്. എന്നിട്ട് പുള്ളിക്കാരി പറയുന്ന വേറൊരു കാര്യമുണ്ട്. ഇവരുടെ നിലപാടും വ്യക്തിത്വം എന്ന് പറയുന്നത് ഈ ഡബിൾ ഫാദർ സിൻഡ്രം എന്ന് പറയുന്നത് പോലെയാണെന്ന് എനിക്ക് തോന്നുന്നത്. കാരണം ഇവർ വേടനെ പറ്റി പറഞ്ഞൊരു കാര്യം, അതായത് ഈ ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ തെറിച്ച 2 തുള്ളിയിൽ നിന്നുണ്ടായവനാണ് അവനെന്നാണ് പറയുന്നത്. അങ്ങനെ വേടന്റെ പേര് അവരെടുത്ത് പറഞ്ഞിട്ടില്ല. പക്ഷെ അവരുടെ വാക്കുകളിൽ ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ ഉണ്ടായ 2 തുള്ളിയിൽ നിന്ന് തെറിച്ച് വീണുണ്ടായവൻ, അവന്റെ പാട്ടിന് മികച്ച ഗാനരചയിതാവിനുള്ള ഒരു അവാർഡ് എന്നാണ് പറഞ്ഞത്. അത് വേടനെ പറ്റിയല്ലേ സ്ത്രീയെ നിങ്ങൾ പറയാം? നിങ്ങളെ സ്ത്രീ എന്ന് പോലും വിളിക്കാൻ ഞങ്ങൾക്ക് അറപ്പും വെറുപ്പുമാണ്. എന്നാലും വിളിച്ചു പോവുകയാണ്. കാരണം നിങ്ങളുടെ രൂപത്തിൽ അങ്ങനെ ഒരു സാദൃശ്യമുണ്ട്. അങ്ങനെ നിങ്ങൾ പറയാണ്, ഞാൻ വേടൻ എന്ന പേര് പറഞ്ഞിട്ടില്ല, പക്ഷേ മികച്ച ഗാനരചയിതാവിനുള്ളൊരു അവാർഡ് എങ്ങനെയോ പിഴച്ചു പറ്റുണ്ടായവനാണെന്നാണ് നിങ്ങൾ പറഞ്ഞത്. എന്നിട്ട് അതിനെ മഹത്വവൽക്കരിച്ചുകൊണ്ടും വെള്ളപൂശിക്കൊണ്ടും പറയുന്നത്, ചില ആളുകൾ വിചാരിക്കുകയാണ് അത് വേടനെ പറ്റിയാണ്, എൻ്റെ വേടനെ പറ്റിയാണ് ഇവർ പറയുന്നതെന്ന് വിചാരിച്ചുകൊണ്ടാണ് എൻ്റെ കമന്റ് ബോക്സിൽ ഒന്ന് കമന്റ് ഇടുന്നതെന്നുള്ളത്. ധൈര്യമുണ്ടെന്നുണ്ടെങ്കിൽ, ഒറ്റത്തന്തയ്ക്ക് പിറന്നതാണെന്നുണ്ടെങ്കിൽ കമന്റ് ബോക്സ് ഓൺ ആക്കിയിട്ട് ഈ പറയുന്ന കാര്യങ്ങളൊക്കെ പറയണം. ഇതെല്ലാം ഓഫ് ചെയ്ത് വെച്ചിട്ടാണ് പുള്ളിക്കാരി മെഴുകുന്നതെന്നുള്ളത് നിങ്ങൾ മറക്കരുത്, അല്ലെങ്കിൽ നിങ്ങളൊന്ന് ഓർക്കണം. അപ്പൊ ഇങ്ങനെയുള്ള വൃത്തികെട്ട പരാമർശങ്ങളുമായിട്ട് വീണ്ടും ഈ പറയുന്ന താടക രംഗത്തേക്ക് വന്നിട്ടുണ്ട്. നമുക്ക് അവരുടെ വീഡിയോയിൽ അവർ പറയുന്നത് എന്താണെന്ന് കേട്ട് നോക്കാം. പ്രിയങ്കയെ പറ്റി പറയുന്നത് ഞാൻ പ്ലേ ചെയ്യുന്നില്ല. അവരുടെ കുറെ കഥകൾ, ഇങ്ങനെ വൃത്തികെട്ട കഥകൾ ഇവര് പരാമർശിക്കുന്നുണ്ട്. അങ്ങനെയേ വരുള്ളല്ലോ, സംഘിപുത്രിയല്ലേ, ചാണകമല്ലേ തലയിൽ. അപ്പോൾ ഇവര് ബാക്കി എന്താണ് മെഴുകുന്നതെന്ന് കേട്ട് നോക്കാം. നമ്മുടെ നാട്ടില് അവാർഡ് കൊടുക്കാനും അവാർഡ് കൊടുത്ത് പ്രോത്സാഹിപ്പിക്കാനും അതിനെ എന്താ പറയാ ഗംഭീരമായിട്ട് തലങ്ങളായിട്ട് ഉയർത്തിക്കൊണ്ടുവരാനൊക്കെ ഇരിക്കുമ്പോൾ നമ്മുടെ നാട്ടിലെ വാക്കുകളെ കൊണ്ട്, മലയാള പദങ്ങളെ കൊണ്ട്, അല്ലെങ്കിൽ മലയാള സാഹിത്യത്തിനെ കൊണ്ട് അമ്മാനമാടുന്ന ഒരുപാട് മഹാരഥന്മാരുള്ള നമ്മുടെ കേരളത്തില് ഓരോരോ പാട്ടുകളും, ആ പാട്ടുകളൊക്കെ കേട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മള് തരിച്ചിരുന്നു പോകും. അതായത് ശ്രീകുമാരൻ തമ്പി സാറിന്റെ പാട്ടുകള്, അല്ലെങ്കിൽ ഗിരീഷ് പുത്തഞ്ചേരിയുടെ പാട്ടുകള്, ജോൺസൺ മാഷിന്റെ പാട്ടുകള്, അങ്ങനെ നീണ്ട നിരകൾ അങ്ങനെ കിടക്കുകയാണ്. ഒരുപാട് മഹാരഥന്മാരുടെ, നമുക്ക് അവരുടെ പേര് പറയാൻ പോലും, പേര് ഉച്ചരിക്കാൻ പോലും നമുക്ക് യോഗ്യതയില്ല. അതാണ് സംഗീതം. ആ സംഗീതം എന്ന് പറഞ്ഞാൽ തന്നെ ആ പാട്ടുകൾ അവിടെ കിടന്നോട്ടെ, എന്താണ് പ്രശ്നം? അവരുടെ പേരുകൾ ഉച്ചരിക്കാനുള്ള യോഗ്യത ഉണ്ടോ ഇല്ലയോ എന്നുള്ളത് നിങ്ങളല്ല മനസ്സിലാക്കേണ്ടത്, അല്ലെ നിങ്ങളല്ല പറയേണ്ടത്. അത് നിങ്ങളുടെ ചിന്താഗതിയിൽ അവർ വലിയ ഉന്നത കുലജാതന്മാരെന്നുള്ള ചിന്താഗതി കാണും. അത് വെച്ചിട്ടായിരിക്കും നിങ്ങൾ ഈ സംസാരിക്കുന്നത്. അവരുടെ പേര് ഉച്ചരിക്കുന്നതിന് എന്താണ് യോഗ്യത കുറവ്? അല്ലെ എന്തുകൊണ്ട് അവരുടെ പേര് നമുക്ക് പറയാൻ സാധിക്കുന്നില്ല? അവരൊരു കലാകാരന്മാരാണ്, അല്ലേ? കലാകാരന്മാരുടെ മനസ്സിൽ ജാതിയില്ല, മതമില്ല, അങ്ങനെയുള്ള രാഷ്ട്രീയം ഒന്നുമില്ല. അങ്ങനെയുള്ളവരെ നിങ്ങൾ വേറൊരു അർത്ഥതലങ്ങളിലേക്ക് കൊണ്ടുപോകാൻ ശ്രമിക്കുകയാണ്. നിങ്ങൾ പറഞ്ഞു വരുന്നത് വേടന് യോഗ്യത ഇല്ല എന്നുള്ളൊരു കാര്യമാണല്ലേ?
വേടന് യോഗ്യതയില്ലാത്ത എന്തുകൊണ്ടാണ്? വേടൻ പിന്നോക്ക സമുദായത്തിൽപ്പെട്ടവനായിരുന്നു, ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നവനാണ്. അങ്ങനെയുള്ളവനായതുകൊണ്ട് തന്നെ ആയിരിക്കും നിങ്ങൾ വീണ്ടും വീണ്ടും ഇങ്ങനത്തെ പരാമർശമായിട്ട് വരുന്നത്. ബാക്കി എന്താ മെഴുകുന്നതെന്ന് കേട്ട് നോക്കാമേ. വേറെ കാര്യം, ഈ ഒരു സ്ത്രീ പറഞ്ഞതിന് പിന്നാലെ നമ്മുടെ കൈതപ്രം പറയുന്ന ഒരു കാര്യം കൂടെ ഉണ്ട്, അതുകൂടെ ഞാൻ എന്തായാലും കേൾപ്പിക്കാം. ഒരു മായാ ലോകമാണ് സംഗീതം എന്ന് പറഞ്ഞാല്. എത്ര ടെൻഷൻ ആണെങ്കിലും എത്ര വിഷമം ഉണ്ടെങ്കിലും നമ്മൾ ഏതെങ്കിലും ഒരു പാട്ട് നമ്മുടെ ടേസ്റ്റിനനുസരിച്ച് നമ്മൾ ആ പാട്ട് ഓൺ ചെയ്തിട്ട് കേൾക്കുമ്പോൾ ആ പാട്ടിലൂടെ നമ്മൾ മുഴുകിയിരുന്നാൽ നമ്മൾ നമ്മുടെ ജീവിതത്തിലെ എല്ലാ ദുഃഖങ്ങളും മറക്കും. ആ സ്ഥാനത്ത് ഒരുത്തൻ വന്നിട്ട് പറയാണ്, എടാ എടാ മയിലേ കുയിലേ എന്നൊക്കെ പറഞ്ഞിട്ട് കേട്ടില്ലേ? അതാണ് വേടന്റെ വരികള്. അല്ല, ഈ സുഖങ്ങളും ദുഃഖങ്ങളും ഒക്കെ മറന്നാൽ മാത്രം മതിയോ? ഈ നാട്ടിലെ പണമുള്ളവർക്കൊന്നും വലിയ പ്രശ്നമൊന്നും ഉണ്ടാവത്തില്ല. പണമില്ലാത്ത ആളുകളും ജാതിയിൽ പിന്നോക്കം നിൽക്കുന്ന ആളുകളും അവർക്കും ഈ സുഖങ്ങളൊക്കെ വേണ്ടേ? എല്ലാവർക്കും, അതായത് നിങ്ങളെപ്പോലെയുള്ള മേക്കപ്പ് ഇട്ട് വന്നിരിക്കുന്ന ഈ കൊച്ചമ്മമാർക്ക്, സംഘമിത്രങ്ങൾക്ക് മാത്രം മതിയോ സുഖങ്ങൾ? നമ്മുടെ സമൂഹത്തിലുള്ള ബാക്കിയുള്ള 3.5 കോടി ജനങ്ങൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ബാക്കിയുള്ള ആളുകൾക്ക് ഈ സുഖമൊന്നും വേണ്ടേ? ഈ പാട്ടും കേട്ട് എപ്പോഴും സുഖിച്ചിരിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ആയിരിക്കത്തില്ല ചേച്ചി എല്ലാവരുടെയും വീട്ടിൽ, അല്ല എല്ലാവരുടെ സാഹചര്യങ്ങൾ എന്ന് പറയുന്നത്. അവരടിച്ചമർത്തലിന് ഇരയാക്കപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ ഒരു അടിച്ചമർത്തലിന് എന്തുകൊണ്ട് ഇരയാക്കപ്പെടുന്നു എന്നുണ്ടെങ്കിൽ ആ ഒരു വിഷയങ്ങളിൽ വേടന്റെ ഇൻവോൾവ്മെന്റ് എത്രത്തോളം ഉണ്ടെന്നുള്ളത് നോക്കിയത് കൊണ്ട് മാത്രമാണ് വേടനെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുന്നത്. ഞാനടക്കമുള്ള എല്ലാ ആളുകൾക്കും ഒരു ശബ്ദമാണ് വേടൻ. അതായത് എങ്ങനെ പ്രതികരിക്കണം, ഏത് രീതിയിൽ കൂടി പ്രതികരിക്കണം, പ്രതികരിച്ചാൽ എന്ത് നേടാൻ പറ്റും, എന്തൊക്കെ പ്രശ്നങ്ങൾ വരും, അതിനെ എങ്ങനെയൊക്കെ ഫേസ് ചെയ്യാമെന്നുള്ളത് കൃത്യമായിട്ടുള്ള ധാരണയുള്ളവനാണ് വേടൻ. അവൻ്റെ നിറം കറുത്തതൊന്നും ഞങ്ങൾക്കാർക്കും ഒരു പ്രശ്നമല്ല, നിങ്ങൾക്കാണ് പ്രശ്നം. കാരണം നിങ്ങളുടെയൊക്കെ മനസ്സിൽ ഏറ്റവും കൂടുതൽ കൊടിയ വിഷമാണുള്ളത്. നിങ്ങൾ തിന്നുന്നത് ചാണകമാണെങ്കിൽ നിങ്ങളുടെ തലയിലും ചാണകം തന്നെയാണ്. അങ്ങനെ ഇരിക്കും തോറും കാലം നിങ്ങൾക്ക് വേടൻ ഒരു കുറ്റക്കാരനായിരിക്കാം, വേടനെ അംഗീകരിക്കുന്ന ആളുകൾ വെറും മണ്ടന്മാരായിരിക്കാം. അതൊക്കെ നിങ്ങളുടെ ചിന്താഗതിയും നിങ്ങളുടെ വൃത്തികെട്ട തോന്നിവാസങ്ങളും തോന്നലുകളും മാത്രമാണ്. അതൊക്കെ നിങ്ങളുടെ വീട്ടിൽ നിങ്ങളുടെ കെട്ടിയവൻ്റെ അടുത്തും മക്കളുടെ അടുത്തും ഒക്കെ എടുത്ത് വെച്ചേക്കുക. അല്ലാതെ കേരളത്തിലെ ജനങ്ങളെ ആ കൂട്ടത്തിൽ പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുന്ന രീതിയിലാണ് കേരളത്തിലെ ജനങ്ങളെന്ന് പറയാനായിട്ട് വരരുതേ. പ്രത്യേകത എന്ന് പറഞ്ഞാല് പോടാ മയിലേ വാടാ കുയിലേ, അങ്ങനെ മയിലും കുയിലും പിന്നെ കായും പൂവും ഒക്കെ ചേർത്ത് കൂട്ടിയിട്ടുള്ള ഗംഭീര കൃതികളാണ് വേടന്റെ. ആരും തരിച്ചിരുന്നു പോവും എന്നതാണ് വേടന്റെ പാട്ടുകളുടെ വരികളുടെയൊക്കെ ഒരു എന്താ പറയാ ഗംഭീരത. അപ്പൊ അത് ഈ പറയുന്ന നമ്മളുടെ കള്ള് ഷോപ്പിലോ അല്ലെങ്കിൽ മറ്റേ ബീവറേജിന്റെ മുന്നിലോ ഒക്കെ നിൽക്കുന്ന ആൾക്കാർക്ക് കേൾക്കാൻ പറ്റുന്ന പാട്ടുകളാണ് ഈ പറയുന്ന വേടൻ പാടുന്നത്. അതിനെതിരെ നമ്മളൊരു പോസ്റ്റ് ഇട്ടതിന് എനിക്ക് എന്തിനാണ് ഈ തെറികൾ മുഴുവനും വന്നതെന്ന് എനിക്കൊരു പിടി കിട്ടിയില്ല. ഇപ്പോഴാണ് മനസ്സിലായത് ഞാൻ ആരെക്കുറിച്ചും പറഞ്ഞിട്ടില്ല. ഇന്ന ആളെ കുറിച്ചിട്ടാണെന്നോ അല്ലെങ്കിൽ ഞാൻ ഇന്ന ആളെ കുറിച്ചിട്ടാണ് ഞാൻ പരിഹസിച്ച് പോസ്റ്റ് ഇട്ടേന്നോ അല്ലെങ്കിൽ അതിലൊരു പേര് കൊണ്ട് പോലും ഞാൻ ആ പോസ്റ്റിനകത്ത് ഞാൻ പറഞ്ഞിട്ടില്ല ഇന്ന ആളെ കുറിച്ചിട്ടാണെന്നുള്ളത്. ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നതാണ് പുള്ളിക്കാരിയുടെ, ഞാൻ ആദ്യം പറഞ്ഞില്ലേ, ഡബിൾ ഫാദർ സിൻഡ്രം എന്നൊക്കെ പറയുന്ന തരത്തിലുള്ള ഒരു മെഴുകൽ. അതായത് അവർ പറയുന്നത് അവരാരെ പറ്റിയും പരാമർശം നടത്തിയിട്ടില്ല, ഒരാളിന്റെ പോലും പേര് ഞാൻ എടുത്തു പറഞ്ഞിട്ടില്ല. പക്ഷെ എന്നിട്ടും എന്തുകൊണ്ടാണ് എൻ്റെ പേര് അല്ലെങ്കിൽ എൻ്റെ കമന്റ് ബോക്സിൽ എല്ലാവരും ഒന്ന് മെഴുകുന്നതെന്നാണ് പുള്ളിക്കാരി ചോദിക്കുന്നത്. അവരുടെ കമന്റ് അല്ലെങ്കിൽ അവരിട്ട പോസ്റ്റ് എങ്ങനെയാണെന്നുള്ളത് ഞാനിവിടെ ഓൾറെഡി കാണിച്ചാണ്. ഞാൻ ഒരിക്കൽ കൂടി ഞാനിപ്പോൾ അതൊന്ന് പ്ലേ ചെയ്യാം. അതൊന്ന് കണ്ടിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം എന്താണ് പുള്ളിക്കാരി ഇനി മെഴുകാൻ പോകുന്നതെന്നുള്ളത്. അതായത് പറയുന്നത്, ഏതോ പബ്ലിക് ടോയ്ലറ്റിൽ കയറി ഏതോ ഒരുത്തൻ തീർത്ത ലൈംഗിക ദാരിദ്ര്യത്തിൽ തെറിച്ചു വീണ തുള്ളിയിൽ ഉടലെടുത്ത വാൽമാക്രിക്ക് ഏറ്റവും നല്ല ഗാനരചയിതാവിനുള്ള അവാർഡ്. ശിവനെ, അച്ഛൻ പരക്കിഴി, അമ്മ പരക്കിഴി, അക്കുടി മക്കളൊക്കെ പരക്കിഴി, ഭരണത്തിനൊത്ത ഗാനരചയിതാവ് എന്ന് പറഞ്ഞുകൊണ്ടാണ് സംഘമിത്രത്തിന്റെ ഒരു മെഴുകൽ ഇവിടെ വന്നിരിക്കുന്നത്. എന്നിട്ട് ഇപ്പൊ വന്നിട്ട് പറയാണ്, അതായത് അപ്പപ്പ കാണുന്നവനെ അപ്പ എന്ന് വിളിക്കുന്ന ഒരു സ്വഭാവമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. അല്ല, പ്രായമുണ്ട്, മാനിക്കേണ്ട ഒരു ആവശ്യകതയും ഇല്ല, ഇവരുടെയൊക്കെ മനസ്സിൽ കുഷ്ഠമാണ്. അപ്പൊ അവര് പറയാണ്, ഞാൻ അങ്ങനെ ഒരു പേര് പോലും പറഞ്ഞിട്ടില്ല, വെറുതെ എന്തോ, അതായത് വേടനാണെന്ന് സങ്കല്പിച്ചുകൊണ്ട് കുറെ പേര് വന്ന് മെഴുകുകയാണെന്നുള്ളത്. ശരിക്കും പറഞ്ഞാൽ നിങ്ങൾ ഈ പറയുന്നത് നേരെ നിങ്ങളുടെ മോദി അടക്കമുള്ള സംഘമിത്രങ്ങളോട് നിങ്ങൾ ചോദിക്കണം. അതായത് വേടൻ പാടുന്ന പാട്ടുകളെല്ലാം നിങ്ങളുടെ ഈ മോദിക്കെതിരെയാണെന്നും നിങ്ങളുടെ സംഘിക്കുട്ടന്മാർക്കെതിരെയാണെന്നുമുള്ളത് നിങ്ങളുടെ തോന്നലല്ലേ? അതുകൊണ്ടല്ലേ വേടൻ നിങ്ങൾക്കൊരു എതിരാളിയായത്, അല്ലെങ്കിൽ വേടൻ നിങ്ങൾക്കൊരു വൃത്തികെട്ടവനായത്, രാജ്യദ്രോഹിയൊക്കെ ആയത്? വാളെടുത്തവനെ നിങ്ങൾ സ്വീകരിച്ച് വലിയ ആനയിച്ചൊക്കെ കൊണ്ടുപോകും, എന്നാൽ വാക്കെടുത്തവനെയോ അവനെ ദേശദ്രോഹിയും അതേപോലെ തന്നെ രാജ്യത്ത് നിന്ന് കടത്തേണ്ടവനും നാട് കടത്തേണ്ടവനും ഒക്കെ ആക്കി മാറ്റും. അതാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ എത്ര നാൾ നടക്കുമെന്നാണ് നിങ്ങൾ വിചാരിക്കുന്നത്? നിങ്ങളുടെ ഈ വെള്ള പൂശിക്കൊണ്ടല്ല മുഖത്തൊക്കെ ഈ കുമ്മായം തേച്ചിട്ടൊക്കെ വന്നിരിക്കുന്ന വൃത്തികെട്ട പരിപാടിയൊക്കെ ഉണ്ടല്ലോ സ്ത്രീയെ, അത് നടക്കാൻ പോകുന്നില്ല. ഇത് വേടന്റെ പാട്ട് കേട്ട് അതിൽ രോമാഞ്ചം കൊള്ളുന്ന ഒരുപാട് ആളുകളുണ്ട്. അത് കാണുന്നതാണ് നിങ്ങളുടെ ഏറ്റവും വലിയ വിമുഖത എന്നുണ്ടെങ്കിൽ അത് ഇനിയും നിങ്ങൾ കാണാൻ പോവുകയാണ്. എന്തൊക്കെ അക്രമമാണ് അഴിച്ചുവിടുന്നത് അല്ലേ? ഇവരെ പോലെയുള്ള എത്രയോ സ്ത്രീകളുണ്ട് ഈ പറയുന്ന രീതിയിൽ പരാമർശം നടത്തുന്നത്. ഇവർക്കെല്ലാവർക്കും വേടൻ കൊടുക്കുന്ന വില എന്താണെന്നറിയോ? വെറും തെരുവുപട്ടിയുടെ വില.
ആ വേടൻ നിങ്ങൾക്കൊന്നും ഒരു യോഗ്യത പോലും ഒരു അർഹതയില്ല നിങ്ങൾക്ക് ആ വേടനെ പറ്റി സംസാരിക്കാൻ. ആ ഒരു വില പോലും നിങ്ങൾക്ക്, അതായത് വേടന്റെ വീട്ടിലെ പട്ടിയുടെ പേര് ബുദ്ധൻ എന്നാണ്, ആ ബുദ്ധന്റെ വില പോലും നിങ്ങൾക്ക് അവൻ വേടൻ തരുന്നില്ല. കാരണം നിങ്ങളെപ്പറ്റി വറിയുടെ അല്ല ബോധേടും അല്ല. എന്തെങ്കിലും വന്ന് കുരച്ചിട്ട്, തെരുവ് നായക്കൾ എന്തെങ്കിലും കുരച്ചിട്ട് പൊക്കോട്ടെ, ആരെങ്കിലും ഇച്ചിരി ചോറിട്ട് കഴിയുമ്പോൾ അങ്ങ് തിന്ന് പൊക്കോളൂന്നാണ് ആരോടുള്ള കൂറ്, അതായത് സംഖ്യകളോടുള്ളൊരു നന്ദി അത് കാണിക്കണ്ടേ? അതാണ് സേച്ച് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. ബാക്കി കേൾക്കാം. പക്ഷേ നമ്മുടെ നാട്ടിലുള്ള എല്ലാ അന്തംകമ്മികളും, എല്ലാ വിവരം കെട്ട വിവരദോഷികളായ അന്തംകമ്മികളും എന്റെ ഇൻബോക്സിൽ വന്നിട്ട് ഇതെന്നെയാണ്, ഇതെന്റെ വേടനയാണ്, ഇതെന്റെ വേടന തന്നെയാണ് എന്ന് പറയുമ്പോ അത് ഏറ്റെടുത്തിട്ട് വന്നിട്ടുള്ള കുറെ ആൾക്കാർ, എനിക്കത് പിന്നീടാണ് മനസ്സിലായത് ഇതാണ് സംഭവം എന്നുള്ളത്. സംഭവം മനസ്സിലാക്കാനായിട്ട് ഞാൻ ഒരുപാട് സമയമെടുത്തു. കാരണം ഇത് എന്തിനാണ് എന്നെ തെറി വിളിക്കുന്നതെന്ന് എനിക്ക് ഒരു പിടി കിട്ടിയില്ല ആദ്യം. പിന്നീട് മനസ്സിലായി, ഓഹോ ഇതാണോ, ഓക്കെ അങ്ങനെയാണെന്ന്. അപ്പൊ നമ്മളൊരു കാര്യം പറയുമ്പോ, നമ്മൾ എന്തെങ്കിലും ഒരു വൃത്തികേടുകൾ പറയും, വൃത്തികേടായിട്ടാണ് അത് ആ പറയുന്നതെന്നുണ്ടെങ്കിൽ അതിൽ പേരോ ഊരോ ഒന്നും വേണ്ട. നമ്മുടെ അന്തംകമ്മികളായിട്ടുള്ള സുഹൃത്തുക്കൾ നേരെ വന്നിട്ട് ഇതെന്നെ തന്നെയാണ്, ഞാൻ തന്നെയാണെന്ന് പറഞ്ഞിട്ട് അവിടെ വന്ന് തലവെച്ചോളും, ഒരു പ്രശ്നവും ഇല്ല. അങ്ങനെയാണ് വന്നിട്ട് എന്നെ ഒരുപാട് അസഭ്യങ്ങളും അശ്ലീലങ്ങളും ചേർത്തിട്ടുള്ള വാക്കുകളിലൊക്കെ ഇങ്ങനെയും തെറികളൊക്കെ പറയാമെന്ന് ഞാൻ കേട്ടത് അപ്പോഴാണ് അങ്ങനെ പറഞ്ഞു കൂട്ടിയത്. അത് കൂടാതെ ഇപ്പൊ ഈ വേടന്റെ എന്താ പറയാ, കുടിച്ച കള്ള് ഇറങ്ങില്ലടാ, ഇറങ്ങിയ കള്ള് കുടിക്കില്ലടാ, ഇനി ഉറങ്ങണമെങ്കിൽ കള്ള് ആദ്യം കുടിക്കണടാ, നീ കുടിച്ചോടാ മയിലേ, നീ കുടിച്ചോടാ കുയിലേ എന്നൊക്കെ പറയുന്ന ഈ വരികള്, ആ വരികൾ അങ്ങനെ കേട്ട് ഇരിക്കുമ്പോഴ് അതിനേക്കാളൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ടാവും, സന്യാസിനി നിൻ പുണ്യാശ്രമത്തിൽ ഞാൻ സന്ധ്യാപുഷ്പവുമായി വന്നു, ഇല്ലേ? ആ വരികളൊന്ന് കേട്ടു നോക്കൂ, എന്താ ഭംഗി. ഇതിലേ പോയത് വസന്തം. ആ പാട്ടുകളൊക്കെ എത്ര 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 മനോഹരമായ വരികളാണ്. ഇത്രയും നല്ല മനോഹരമായ പാട്ടുകൾ രചിച്ച നമ്മുടെ പാട്ടുകാരെല്ലാവരും നമ്മുടെ നാട്ടിലുള്ളപ്പോഴ് ചിലര് മരിച്ചുപോയി, ചിലര് പലരും ജീവിച്ചിരിപ്പുണ്ട്. കൈതപ്രം ദാമോദരൻ നമ്പൂതിരി, അതുപോലെ യേശുദാസിനെ പോലെ ഒരു മായാജാല ഒരു ഗാനഗന്ധർവൻ, മധു ബാലകൃഷ്ണൻ, വേണുഗോപാല്, അങ്ങനെയുള്ള പാട്ടുകാര്, ഉണ്ണിമേനോൻ, ഇങ്ങനെയുള്ളവരുടെ പാട്ടുകൾ, ചിത്ര മേഡം, ഇവരൊക്കെ പാടുന്ന പാട്ടുകളും അതിന്റെ വരികളും ആ മനോഹാരിതകളും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ കേരളത്തില് എന്താണ് സംഭവിച്ചു പോയെന്നുള്ളത്. ഇത്രയും സംസ്കാരം കിട്ടുപോയോ മനുഷ്യര്? അപ്പോ വേടനാണെങ്കിലോ ഒരാളെ ഇന്ന് ഉപയോഗിച്ചാൽ നാളെ വേറൊന്ന് തുണി മാറുന്ന കണക്കെയാണ് പെൺപിള്ളേരെ മാറിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ദിവസവും ഒരാളിൽ ഇന്ന് പിന്നെ അനുരാഗം തോന്നിയാൽ നാളെ മറ്റൊരാളിലാണ്. അങ്ങനെ 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 മാറി 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 ഡ്രസ്സ് മാറുന്ന പോലെ ഡ്രസ്സ് അവൻ ഇടാറില്ല, അരക്കുന്ന കിഴപ്പിട്ടം കണ്ട് എന്തോ ഇടാറുണ്ടെന്ന് തോന്നുന്നുണ്ട്. അപ്പൊ ആ ജാതി കോലം കെട്ടി നടക്കുന്ന ആ സാധനത്തിന് ഇന്നൊരു പെൺകുട്ടിയാണെങ്കിൽ നാളെ വേറൊരു പെണ്ണാണ്. അങ്ങനെ പെൺകുട്ടികൾ തന്നെ വാദിച്ചു നിൽക്കാണ്, ഞാൻ വരാൻ ചേട്ടന്റെ കൂടെ എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ എന്താണ് ഇവരുടെ പ്രശ്നം എന്നുള്ളത്? ഇവരുടെ ഈ വാക്കുകളിൽ അത് വളരെ പ്രകടമാണ്. അതായത് അവൻ തുണി പോലും ഇടാറില്ല. അങ്ങനെയുള്ളവന് പെണ്ണുങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വസ്ത്രം മാറുന്നത് പോലെയാണ്. അവന് മിനിറ്റുകൾക്ക് അല്ലെങ്കിൽ നിമിഷങ്ങൾക്കൊക്കെ അവന് മാറാൻ തരത്തിലുള്ളൊരു വസ്ത്രമായിട്ട് സ്ത്രീകൾ മാറിയിരിക്കുകയാണ്. അങ്ങനെയാണ് അവൻ സ്ത്രീകളെ കാണുന്നത്. അങ്ങനെ ഉള്ളത് കൊണ്ട് തന്നെയും സ്ത്രീകളും ക്യൂ നിൽക്കുകയാണ് അവൻ്റെ അടുത്തേക്ക് പോകാനെന്നാണ് പറയുന്നത്. നിങ്ങളുടെ വർത്തമാനം അല്ലെ നിങ്ങളുടെ സംസാരം കേട്ട് കഴിഞ്ഞാൽ സ്ത്രീകളെല്ലാം വലിയ പതിവ്രതകളാണ്, എല്ലാ ആളുകളും വലിയ പതിവ്രതകളാണ്, ആണുങ്ങളാണ് ഏറ്റവും വലിയ തെറ്റെന്നാണ് പറയുന്നത്. ഇങ്ങനത്തെ ഫെമിനാസി അല്ലെങ്കിൽ ഫെമിനിച്ച് ചിന്തയുണ്ടല്ലോ, നിങ്ങളുടെ കെട്ടിയവൻ്റെ അടുത്തെടുത്താൽ മതി. അത് പുറത്തേക്ക് വന്നിട്ട് നാട്ടുകാരുടെ ഇടയിലേക്ക് എടുക്കാൻ ശ്രമിക്കരുത്. സ്ത്രീകൾ കാരണം വീടിന് പുറത്തേക്ക് ഇറങ്ങാൻ പോലും പറ്റാതെ, വീട്ടിൽ പോലും കയറാൻ പോലും പറ്റാതെ എത്രയെത്ര ആണുങ്ങളുടെ ജീവിതമാണ് നശിച്ചു പോയത്, എത്രയെത്ര ആണുങ്ങളാണ് നശിച്ചുകൊണ്ടിരിക്കുന്നത്. എന്നാൽ ഇന്നത്തെ കാലഘട്ടത്തിൽ ഇന്നത്തെ സർക്കാർ ഇതിനെല്ലാം ഐഡന്റിഫൈ ചെയ്ത് ശരി ഏതാണ് തെറ്റേതാണെന്ന് കണ്ടിട്ടാണ് അവർ കേസ് എടുക്കുന്നത്. അതുകൊണ്ട് തന്നെയും ഹൈക്കോടതി വേണ്ട രീതിയിൽ നിൽക്കുന്നത് കൊണ്ട് തന്നെയും നിങ്ങളുടെ ഒന്നും തോന്നിവാസങ്ങൾ, അവൻ എന്നെ നുള്ളി, അവൻ എന്നെ നോക്കി, അവൻ 10 സെക്കൻഡ് കൂടുതൽ നോക്കിയപ്പം എനിക്ക് പീഡനമാണെന്ന് തോന്നി എന്നൊക്കെ പറയുന്ന രീതിയൊന്നും ഇവിടെ നടക്കത്തില്ല സ്ത്രീ. അപ്പോ ഞാൻ എല്ലാ സ്ത്രീകളെയും കുറ്റം പറയുന്നില്ല. കേരളത്തിൽ 100% ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ 5% വൃത്തികെട്ട സ്ത്രീകളായിരിക്കും. ബാക്കിയുള്ള 95% നല്ല ആളുകൾ തന്നെയായിരിക്കും. ആ 5% കൂട്ടാൻ പറ്റുന്ന ടീംസൊക്കെയാണ് ഇവർ പറയുന്നത്. ഇത്രയും വലിയ ഗായകന്മാർ ഇവിടെ ഉണ്ടായിട്ട് വേടനെ പോലെയുള്ള തുണി കൊടുക്കാത്തൊരു കർത്തവന് കൊടുത്തു എന്നാണ് ഇവർ പറയുന്നത്. മറ്റുള്ള ഭാഷകൾ, ഇവരുടെ ജാതിയൊന്നും ഇവർ എടുത്തു പറയാത്തത് വലിയൊരു കാര്യം തന്നെയാണ്. അത് സങ്കല്പിച്ച് അല്ലെങ്കിൽ അതിനെപ്പറ്റി ചിന്തിച്ചൊക്കെയാണ് ഇവർ സംസാരിക്കുന്നത്. അപ്പോൾ ആരോ സംഖ്യകൾ എന്തോ വായിലേക്ക് ഇറ്റ് കൊടുത്തത് വെച്ചുകൊണ്ട് വലിയ മിഴുകലാണ്. നിങ്ങൾക്ക് എന്ത് യോഗ്യതയാണ് അവനെ പബ്ലിക് ടോയ്ലറ്റിൽ നിന്ന് ഉണ്ടായതാണെന്ന് പറയാനുള്ളതെന്ന് ഞാൻ ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ആരെ ചൂണ്ടിക്കാണിക്കുക എന്നുള്ളത് പോലും നമുക്ക് ആർക്കും അറിയില്ല. ഞാൻ ഓൾറെഡി പറഞ്ഞാണ്, ഞാൻ വീണ്ടും പറയുന്നില്ല. ഞാൻ കുറച്ചു മുമ്പ് പറഞ്ഞു കൈതപ്രം ഒരു കാര്യം പറഞ്ഞു എന്നുള്ളത്. ഇവരിപ്പോൾ ഘോര പ്രസംഗം നടത്തി. അതായത് കൈതപ്രത്തിനെ പോലെയുള്ള ഈ നമ്മുടെ ഒരുപാട് ഗായകന്മാരൊക്കെ ഉള്ള, ഗാനഗന്ധർവനുള്ള, മധു ബാലകൃഷ്ണനുള്ള, ഇങ്ങനെയൊക്കെ ഉള്ളിടത്താണ് മയിലെ കുയിലെ ഓടിവാടാ ചാടിവാടാ എന്നൊക്കെ പാടുന്ന ഒരുവന് അവാർഡ് കൊടുത്തതെന്നൊക്കെയാണ് പറയുന്നത്. അപ്പൊ ആദ്യം ഇവർ പറഞ്ഞത്, ഇവരിട്ട പോസ്റ്റിൽ വേടനെ പറ്റിയല്ല പറയുന്നത്, ഇവർക്ക് അറിയില്ല ആരെ പറ്റിയാണ്. അത് ചില ആളുകൾ സങ്കല്പിച്ച് വന്നതുകൊണ്ട് ഞാൻ പറയാമെന്നാണ് പറഞ്ഞത്. എന്നിട്ട് അതിനെ സാധൂകരിക്കുന്ന കാര്യങ്ങൾ തന്നെയാണ് മണ്ടിയായിട്ടുള്ള ഒരു
താടക വന്ന് സംസാരിക്കുന്നത്. എന്നിട്ട് ഇവരിപ്പോൾ പറഞ്ഞ കാര്യങ്ങൾ ഇവർ പറയുന്ന വലിയ ആധികാരികമൊക്കെ ആയിട്ടാണ്. എന്ത് കഴിവാണ് നിങ്ങൾക്കിത് പറയാനായിട്ടുള്ളത്? BJP-യിൽ ചേർന്നാണ് നിങ്ങളുടെ വലിയ കഴിവ്, മോദിയെ സ്നേഹിക്കുന്നതാണ് നിങ്ങളുടെ വലിയ കഴിവ്. അതൊന്നും അല്ല. ഒരു കലാകാരൻ തന്നെ ഒരു കലാകാരനെ പറ്റി പറയുന്നുണ്ട്. അതായത് കൈതപ്രം വേടനെ പറ്റി പറയുന്നൊരു കാര്യം ഞാൻ കേൾപ്പിക്കാം. അയാൾ സാംസ്കാരിക നായകനാണോ അതോ ജയിലിൽ കിടന്ന ആളാണോ എന്നൊന്നും എനിക്ക് നോക്കേണ്ടതില്ല. വേടന്റെ വരികളിൽ കവിതയുണ്ട്. അപ്പൊ അതില് ഇങ്ങനെയാണ് ബാക്കി പറയുന്നത്. പാട്ടിന്റെ ഗതി നിർണ്ണയിക്കുന്നത് എഴുത്തുകാരനാണ്. സംസ്ഥാന ചലച്ചിത്ര ഗാനരചനാ പുരസ്കാരവുമായി ബന്ധപ്പെട്ട് നടക്കുന്ന വിവാദത്തിൽ പ്രതികരണവുമായി കൈതപ്രം ദാമോദരൻ നമ്പൂതിരി. പുരസ്കാരത്തിന് അർഹമായ വേടന്റെ വരികളിൽ കവിതയുണ്ട്. അയാൾ ജയിലിൽ കിടന്നവനാണോ എന്നത് നോക്കേണ്ടതില്ല. എനിക്ക് പ്രധാനമായി തോന്നിയത് എഴുത്താണെന്നും കൈതപ്രം അഭിപ്രായപ്പെട്ടു. മനോരമ ഓൺലൈന് നൽകിയ അഭിമുഖത്തിലാണ് അദ്ദേഹം നിലപാട് വ്യക്തമാക്കിയത്. സംഗീതത്തിലെ നന്മയും തിന്മയും പാട്ടെഴുത്തുകാരൻ തന്നെയാണ് നിർണ്ണയിക്കുന്നതെന്നും ഒരു ഗിമ്മിക്കുമില്ലാതെ ഞാൻ എഴുതിയ മിന്നൽവള സൂപ്പർ ഹിറ്റായ അനുഭവം മുന്നിലുണ്ട്. കവിത വായിക്കുക, ഹൃദ്യസ്ഥമാക്കുക, താളബോധം വളർത്തുക, അതാണ് നല്ല പാട്ടെഴുത്തിന്റെ അടിസ്ഥാനമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ വേടനുമായി ബന്ധപ്പെട്ട കാര്യത്തിൽ നീതിന്യായ വ്യവസ്ഥയാണ് ഉത്തരം നൽകേണ്ടത്. ഞാൻ അദ്ദേഹം രചിച്ച വരികളുമായി ബന്ധപ്പെട്ട വിഷയത്തിലുള്ള പ്രതികരണമാണ് രേഖപ്പെടുത്തിയതെന്നും കൈതപ്പുറം കൂട്ടിച്ചേർത്തു. ഇത്രയും കഴിവുള്ള, ഇത്രയും വലിയൊരു മനുഷ്യൻ വേടനെ അംഗീകരിക്കുമ്പോൾ ഇവരെ പോലെയുള്ള താടകകൾക്ക് എന്താണ് അംഗീകരിക്കാൻ ഇത്ര മടി? അവന്റെ ജാതിയും അവന്റെ നിറവും അവന്റെ മതവും അവന്റെ രാഷ്ട്രീയവും ഒക്കെയാണ് ഇവരുടെ പ്രശ്നം. വേടന്റെ രാഷ്ട്രീയം എന്താണ്? അടിച്ചമർത്തപ്പെട്ടവർക്ക് വേണ്ടി സംസാരിക്കുക, അതായത് വോയിസ്ലെസ് ആയിട്ടുള്ള ആളുകൾക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, നിശബ്ദരാക്കപ്പെട്ടവർക്ക് വേണ്ടിയിട്ട് സംസാരിക്കുക, അതാണ് വേടന്റെ രാഷ്ട്രീയം. ആ രാഷ്ട്രീയം വെച്ചുകൊണ്ട് തന്നെ വേടൻ മുന്നിലേക്ക് പോകും. എന്നാൽ വേടനെതിരെ സംസാരിക്കുന്ന ആളുകളുടെ രാഷ്ട്രീയം എന്താണ്? സംഘപരിവാർ, സംഘിണി, സംഘിമിത്രം. ഇവർ പറയുന്നത് ഇവർക്കെതിരെ സംസാരിക്കുന്നവരെല്ലാം കമ്മികളാണ്, കമ്മിക്കുട്ടന്മാരാണെന്നാണ്. സംഘിമിത്രത്തിനോട് പിന്നെ വേറെ ആര് സംസാരിക്കണം? ഞാനൊരു കമ്മിയോ ഞാനൊരു സംഖ്യയോ ഞാനൊരു സുഡാപ്പിയോ ഒന്നുമല്ല. ഞാനൊരു സ്വതന്ത്രനായിട്ട് സംസാരിക്കുന്ന ഒരു മനുഷ്യനാണ്. വേടൻ സ്വതന്ത്ര കലാരൂപമായിട്ടുള്ള റാപ്പാണ് അവതരിപ്പിക്കുന്നതെന്നുണ്ടെങ്കിൽ ഞാൻ സ്വതന്ത്രമായിട്ട് സംസാരിക്കുകയാണ്. അപ്പോൾ അങ്ങനെ സംസാരിക്കുമ്പോൾ എന്നെയും കമ്മിയാക്കുക, സുഡാപ്പിയാക്കുക, എന്തുമാവാം. പക്ഷേ നിങ്ങളുടെ ഉള്ളിലുള്ള ഈ ജാതീയ ബോധം, ഈ തോന്നിവാസങ്ങളൊന്നും ഞങ്ങൾ ആരും അംഗീകരിക്കത്തില്ല. ഈ തോന്നിവാസങ്ങളൊക്കെ രണ്ടായിട്ട് മടക്കി കുത്തി നിങ്ങളുടെ വീട്ടിൽ വെച്ചേക്കണം. അതുകൊണ്ട് ഇനി ഈ വർത്തമാനമായിട്ട് വരരുത് എന്ന് ഞാനൊരു താക്കീതും ഞാൻ തരികയാണ്. കാരണം ഇവരെ പറഞ്ഞു കഴിഞ്ഞാൽ ഇവർക്കിത് പറഞ്ഞുകൊണ്ട് കേസ് കൊടുക്കാം. എന്നാൽ ഇവർ ഈ കാണിക്കുന്ന വൃത്തികേടിന് ആര് കേസ് കൊടുക്കും? ആരെങ്കിലും സ്വമേധയാ കേസ് എടുക്കാൻ പറ്റുന്നൊരു നിയമ സംവിധാനം ഉണ്ടെന്നുണ്ടെങ്കിൽ, വക്കീലന്മാർ ഈ വീഡിയോ കാണുന്നുണ്ടെന്നുണ്ടെങ്കിൽ ഈ സ്ത്രീക്കെതിരെ ഒരു പരാതിയെങ്കിലും കൊടുക്കണം. കാരണം വേടൻ എന്ന് പറയുന്ന ഒരു മനുഷ്യനെ അല്ല ഇവർ അവഹേളിക്കുന്നത്. ആ വേടൻ അടങ്ങുന്ന ഒരു പൊതുസമൂഹത്തിനാണ് ഇവർ അവഹേളിക്കുന്നത്. ജാതിയിൽ പിന്നോക്കം നിൽക്കുന്നതെന്ന് പറഞ്ഞുകൊണ്ട് തന്നെയാണ് ഇവർ അവഹേളിക്കുന്നത്. അത് എടുത്തു പറയുന്നില്ല എന്നുണ്ടെങ്കിലും അവർ പ്രത്യക്ഷമായോ പരോക്ഷമായോ ഈ കാര്യത്തെപ്പറ്റി അവതരിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ സംഘികൾക്ക് വേണ്ടി പണിയെടുക്കാൻ വേണ്ടി സംഘികൾ ഏർപ്പാടാക്കിയ മോദിജിയെ സ്നേഹിക്കുന്ന ഷിനി മധുസൂദനൻ എന്ന് പറയപ്പെടുന്ന ഒരു സ്ത്രീ, അവരെ പറ്റിയാണ് നമ്മളിപ്പോൾ കണ്ടത്. ഇങ്ങനത്തേക്ക് ജാതീയ ബോധങ്ങൾക്കെതിരെ സംസാരിക്കുന്നവനെ രാജ്യദ്രോഹിയും വൃത്തികെട്ടവനും ഒക്കെ ആക്കാൻ ശ്രമിക്കുന്ന ഒരു ചിന്താഗതികൾക്കെതിരെ തന്നെ ഇനിയും ആ ശബ്ദം ഉയരും. ആ ശബ്ദത്തിന് കൊടുക്കാൻ പറ്റുന്നതിന്റെ അങ്ങേയറ്റത്തെ പിന്തുണ ഞങ്ങൾ കേരളത്തിലെ എല്ലാ ജനങ്ങളും കൊടുക്കുമെന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വീഡിയോയുടെ അവസാനിക്കുകയാണ്. വണക്കം.